പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 2 പോർഷൻസ് ആണ്. ഇതിനു മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കാണുവാണെങ്കിൽ ആദ്യത്തെ വീഡിയോ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നോക്കാം. സ്വാപ്പിംഗ് ആൻഡ് ഗ്രൂപ്പിംഗ്. സ്വാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്പേഴ്സിനെ തിരിച്ചും മറിച്ച് വിട്ട് ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക, എന്തായാലും തിരിച്ചും മറിച്ച് വിടുന്നതിനെയാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ലെറ്റ് us കൺസിഡർ എ സിമ്പിൾ എക്സ്പ്രഷൻ ഹാവിങ് only 2 ടേംസ്. സിമ്പിൾ എക്സ്പ്രഷൻ എടുത്തിട്ട് നമുക്ക് ഇത് നോക്കാം. വെറും 2 ടേമുകൾ മാത്രമുള്ള സിമ്പിൾ എക്സ്പ്രഷൻ കൺസിഡർ ചെയ്തിട്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. എക്സാമ്പിൾ 6. മധു ഈസ് ഫ്ലൈയിങ് എ ഡ്രോൺ ഫ്രം എ ടെറസ്. ദ ഡ്രോൺ ഗോസ് 6 meter up and then 4 meter down. Write an expression to show how high the final position of the drone is from the terrace. അതായത് മധു ടെറസിൽ നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ അത് 6 meter അപ്പിലേക്ക് പോയി, എന്നിട്ട് ദെൻ 4 meter ഡൗൺ, അത് കഴിഞ്ഞ് 4 meter ഡൗണിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ടെറസിൽ നിന്ന് ഇപ്പോൾ ഡ്രോണിൻ്റെ ഫൈനൽ പൊസിഷൻ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 6 meter അപ്പിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, ഡൗണിലേക്ക് വരുന്നതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 6 meter അപ്പിലേക്ക് പോയിട്ട് 4 meter ഡൗണിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് 6 - 4 എന്ന് എഴുതാം അല്ലേ. 6 - 4 ഈസ് 2. അപ്പോൾ ദ ഡ്രോൺ ഈസ് 2 meter above ദി ടെറസ് അല്ലേ. ടെറസിൽ നിന്ന് 2 meter എബവിലാണ് ഇപ്പോൾ ഡ്രോൺ ഉള്ളത്. ഇനി ഇതിനെ എങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? റൈറ്റ് ആൻ എക്സ്പ്രഷൻ ടു ഷോ ഹൗ ഹൈ ദ ഫൈനൽ പൊസിഷൻ ഓഫ് ദി ഡ്രോൺ ഈസ് ഫ്രം ദ ടെറസ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ടേംസ് യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് 6 - 4 = 2 എന്നാണ് കിട്ടിയത്. നമ്മൾ ടേംസിൽ എഴുതുമ്പോൾ സം ആയിട്ടാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് ആണ്. ഈ മൈനസിനെ നമ്മൾ പ്ലസ് ആക്കി എഴുതും. അപ്പോൾ 6 പ്ലസ് എന്നിട്ട് ഈ 4ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുക്കും. അപ്പോൾ എന്ത് വരും? -4 = 2. നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ നമ്മൾ ടേംസിനെ സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 6 + -4 = 2 എന്നാണ് എഴുതിയത് അല്ലേ. ഇതിനെ സ്വാപ്പ് ചെയ്യുമ്പോൾ -4 ആദ്യം വരും, പ്ലസ് 6. -4 + 6 എങ്ങനെ വരും? ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്റ്റ് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ ഇടും. അപ്പോൾ 6 - 4 ഈസ് 2. ഇവിടെ ബിഗിൻ്റെ സൈൻ പോസിറ്റീവാണ്, അതുകൊണ്ട് നമ്മളിവിടെ സൈൻ ഇടത്തില്ല. പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ഇടത്തില്ല. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാം 2 പോസിറ്റീവ് നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സമ്മിൽ ചേഞ്ചസ് ഒന്നും വരത്തില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെയും ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവുമാണ്. ഈ 2 നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്താലും എന്ത് വരുന്നില്ല, റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കിവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. രണ്ടും സെയിം ആയിട്ട് തന്നെ ഇരിക്കും. ഇനി അടുത്ത് വിൽ ദിസ് ഓൾസോ ഹോൾഡ് വെൻ ദർ ആർ terms having negative numbers as well. Take some more expression and check. ഇനി നമ്മൾ 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ -3ഉം -6ഉം എടുക്കുന്നു. 2 നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നു. 2 നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? 2 നമ്പേഴ്സും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പോൾ 6 + 3 ഈസ് 9, -9 എന്ന് കിട്ടി. ഇനി ഇതിനെ ഈ നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്താൽ -6 + -3 എന്ന് വരും. ഇവിടെ നെഗറ്റീവ് സൈൻ ഇട്ട് 6ഉം 3ഉം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് -9 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടി. ദസ് ഇൻ ആൻ എക്സ്പ്രഷൻ ഹാവിങ് 2 ടേംസ് സ്വാപ്പിംഗ് ദം ഡസ് നോട്ട് ചേഞ്ച് ദ വാല്യൂ. ഇതിൻ്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ടേംസിനെ സ്വാപ്പ് ചെയ്താലും
വാല്യൂസിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതായത് ടേം 1 പ്ലസ് ടേം 2ഉം ടേം 2 പ്ലസ് ടേം 1ഉം എന്തായിരിക്കും, എങ്ങനെ ചെയ്താലും ഈക്വലായിരിക്കും, രണ്ടും ഈക്വലായിരിക്കും. ആദ്യം ടേം 1 എഴുതി രണ്ടാമത് ടേം 2 എഴുതി ആഡ് ചെയ്താലും ആദ്യം ടേം 2ഉം രണ്ടാമത് ടേം 1 എഴുതി ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. ഇനി നമുക്ക് 3 ടേംസിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ -7 പ്ലസ് 10 പ്ലസ് -11. ഇതിനെ നമ്മൾ 2 ഡിഫറെൻറ്റ് ഓർഡേഴ്സിൽ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ ആദ്യത്തെ 2 ടേമുകളെ തമ്മിൽ ആഡ് ചെയ്യുന്നു. -7 പ്ലസ് 10 പ്ലസ് -11. അപ്പോൾ ഇവിടെ ആദ്യം -7 പ്ലസ് 10 ചെയ്യുന്നു. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവുമാണ്. അപ്പോൾ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ബിഗിൻ്റെ സൈൻ ഇടും. 10 - 7 ഈസ് 3. ഇവിടെ ബിഗ് നമ്പർ 10 ആണ്, അതിൻ്റെ സൈൻ പോസിറ്റീവാണ്. അപ്പോൾ +3. ഇനി ബാക്കി എന്താ ഉള്ളത്, പ്ലസ് -11 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇത് രണ്ടും കൂടെ ചെയ്തപ്പോഴാണ് നമുക്ക് 3 കിട്ടിയത്. 3 പ്ലസ് -11 എന്ത് കിട്ടും, 1 പ്ലസ് 1 മൈനസുമാണ് അല്ലേ. അപ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ, ബിഗിൻ്റെ സൈൻ എന്താ ഇവിടെ നെഗറ്റീവാണ്. അപ്പം -11 - 3 ഈസ് 8. നമുക്ക് -8 എന്ന് കിട്ടി. ഇനി നമ്മളിവിടെ ടേംസിനെ സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. സ്വാപ്പ് ചെയ്തില്ല. ഇനി നമ്മൾ ലാസ്റ്റ് 2 ടേംസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഫസ്റ്റ് ടേം ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം നമ്മൾ അതേപോലെ -7 എഴുതി. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 10 പ്ലസ് -11. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ കൊടുക്കണം. ബിഗിൻ്റെ സൈൻ നെഗറ്റീവാണ്. 10ഉം 11ഉമാണ്. 11 - 10 ഈസ് 1. -1 എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ 2 നമ്പേഴ്സും നെഗറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കാം. 7 + 1 8. ഇവിടെ നമുക്ക് -8 എന്ന് തന്നെ കിട്ടി. 2 നമ്പേഴ്സും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പോൾ ഇവിടെ 2 കേസിലും നമുക്ക് സമ്മ് സെയിം ആയിട്ട് തന്നെയാണ് കിട്ടിയത് അല്ലേ. വാല്യൂ നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടി. Again we know that while adding positive numbers, grouping them in any of the above 2 ways give the same sum. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിനെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പോസിറ്റീവ് നമ്പേഴ്സിനെ ഗ്രൂപ്പിംഗ് ചെയ്തിട്ട് ഈ 2 വേയിൽ ആഡ് ചെയ്താലും നമുക്ക് സെയിം സമ്മ് തന്നെയാണ് കിട്ടുന്നത്. അതേപോലെ നെഗറ്റീവ് നമ്പേഴ്സ് എടുത്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക, ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. നമ്മളുടെ വിൽ ദിസ് ഹോൾഡ് ഓൾസോ ഹോൾഡ് വെൻ ദർ ആർ ടേംസ് ഹാവിങ് നെഗറ്റീവ് നമ്പേഴ്സ് ആസ് വെൽ ടേക്ക് സം മോർ എക്സ്പ്രഷൻ ആൻഡ് ചെക്ക്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് എടുത്ത് ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് 3 നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സ് എടുത്ത് ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും, 2ൻ്റെയും വാല്യൂ സെയിം ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ മുകളിൽ ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ദസ് ഗ്രൂപ്പിംഗ് ദ ടേംസ് ഓഫ് ആൻ എക്സ്പ്രഷൻ ഇൻ ഐദർ ഓഫ് ദി ഫോളോയിങ് വേസ് ഗിവ് ദ സെയിം വാല്യൂ. അതായത് ആദ്യം ടേം 1ഉം ടേം 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ടേം 3 ആഡ് ചെയ്താലും ടേം 2ഉം ടേം 3ഉം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ടേം 1 ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം തന്നെയായിരിക്കും. ഇനി ഈ എക്സ്പ്രഷനെ നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് ചെയ്താലോ. ലെറ്റസ് കൺസിഡർ ദി എക്സ്പ്രഷൻ. ഈ മുകളിൽ നമ്മൾ ചെയ്ത സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. -7 + 10 + -11. നമ്മൾ ആദ്യം ടേം 1ഉം ടേം 2 ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ടേം 3 ആഡ് ചെയ്തു. പിന്നീട് ടേം 2ഉം ടേം 3 ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ടേം 1 ആഡ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ ആദ്യം ആഡ് ചെയ്യുന്നു. അപ്പോൾ -7 + -11 എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 10 ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും, ആദ്യം -7ഉം -11ഉം കൂടെ ആഡ് ചെയ്തു, ഫസ്റ്റും ലാസ്റ്റും. അപ്പോൾ -18 എന്ന് കിട്ടി. അതിൻ്റെ കൂടെ +10. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവുമാണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്നു. 18 - 10 ഈസ് 8. ബിഗിൻ്റെ സൈൻ നെഗറ്റീവ്. നമുക്ക് -8 തന്നെ കിട്ടി. കണ്ടോ, മുകളിലും നമുക്ക് എന്ത് തന്നെയായിരുന്നു, -8 തന്നെയായിരുന്നു. അപ്പോൾ ഓർഡർ ചേഞ്ച് ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും, ഓർഡർ ചേഞ്ച് ചെയ്താലും നമുക്ക് സെയിം വാല്യൂ തന്നെ കിട്ടും.
Thus, the addition of terms in any order give the same value. Therefore, in an expression having only addition, it does not matter in what order the terms are added, they all give the same value. ടേംസ് ആഡ് ചെയ്യുന്നത് ഏത് ഓർഡറിലായിരുന്നാലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഏത് ഓർഡറിലിട്ട് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചെയ്താലും എല്ലാം അഡീഷനിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം തന്നെയായിരിക്കും. Now let us consider expressions having multiplication and division also without the order of operations specified by the bracket. അതായത് ഓപ്പറേഷൻസിൻ്റെ ഓർഡർ ബ്രാക്കറ്റ് കൊണ്ട് സ്പെസിഫൈ ചെയ്യാതെയുള്ള എക്സ്പ്രഷൻസ്, അതായത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമുള്ള എക്സ്പ്രഷൻസ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ദ വാല്യൂ ഓഫ് സച്ച് എക്സ്പ്രഷൻസ് ആർ ഫൗണ്ട് ബൈ ഫസ്റ്റ് ഇവാലുവേറ്റിംഗ് ദ ടേംസ്. ഇതുപോലെയുള്ള എക്സ്പ്രഷൻസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഇവാലുവേറ്റിംഗ് ദ ടേംസ്. ആദ്യം നമ്മൾ ടേംസിനെ ഇവാലുവേറ്റ് ചെയ്യും. വൺസ് ഓൾ ദി ടേംസ് ആർ ഇവാലുവേറ്റഡ് ദേ ആർ ആഡഡ്. ഒരിക്കൽ ടേംസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? അതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദ എക്സ്പ്രഷൻ 30 + 5 × 4 ഈസ് ഇവാലുവേറ്റഡ് ആസ് ഫോളോസ്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ്സ് ഒന്നും തന്നിട്ടില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ടേംസിനെ ഇവാലുവേറ്റ് ചെയ്യും. ടേംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പ്രഷനിലെ ടേംസിനെ പ്ലസ് സൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുമെന്ന് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പഠിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ ടേംസ് എന്തൊക്കെയായിരിക്കും? 30 ഒരു ടേമാണ്. ഇവിടെ പ്ലസ് സൈൻ ഉണ്ട്. ഈ പ്ലസ് സൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ടേംസ് ആയിരിക്കും. അപ്പോൾ 30 ഒരു ടേമാണ്. 5 × 4 ഒരു ടേമാണ്. ആദ്യം നമ്മൾ ടേംസുകളെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ 30 + 5 × 4 30 നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനില്ല, അതുകൊണ്ട് 30 അതേപോലെ എടുക്കും. പ്ലസ് അടുത്ത ടേം 5 × 4 ആണ്. കണ്ടോ? അപ്പോൾ 5 × 4 ചെയ്താൽ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ 30 + 20 = 50 എന്ന് എഴുതി. അപ്പോൾ ബ്രാക്കറ്റ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? ആദ്യം ടേംസുകളെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഒരു എക്സ്പ്രഷനിലെ ടേമിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ പ്ലസ് സൈൻ ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒന്നും നമ്മൾ നോക്കുന്നില്ല. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അത് ഒരുമിച്ച് നമ്മൾ ഒരു ടേമായിട്ടാണ് എടുക്കുന്നത്. പ്ലസ് സൈനാണ് നോക്കുന്നത്. ഇനി നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്ലസ് ആക്കിയിട്ട് അടുത്ത ടേമിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതും. അപ്പോൾ പ്ലസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ടേമുകളെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ ആഡ് ചെയ്യും. എനിക്ക് 5 × 3 + 2 + 78 + 3 ഈസ് ഇവാലുവേറ്റഡ് ആസ് ഫോളോസ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് 3 + 2 ബ്രാക്കറ്റിലാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ 5ഉം മൾട്ടിപ്ലൈ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ എന്താണ്? ഒരു ടേമാണ്. ഇവിടെ 3 + 2 ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ട് ഈ 3 + 2 5ൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. ബ്രാക്കറ്റ് ഇല്ലാതെയുള്ള പ്ലസ്സുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടേംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്. അപ്പം 5 × 3 + 2 ഒരു ടേമാണ്. ഇനി 78 ഒരു ടേമാണ്. 3 ഒരു ടേമാണ്. 3 ടേമുകളാണുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഓരോ ടേമുകളെയും എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ 5 × 3 + 2 ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്തിട്ട് വേണം ബ്രാക്കറ്റിന് പുറത്തുള്ളത് ചെയ്യാൻ. ബ്രാക്കറ്റിനകത്ത് ഇവിടെ 3 + 2 ഉണ്ട്. 3 + 2 ഈസ് 5 എന്ന് നമുക്ക് കിട്ടും. 5 × 5 25 എന്ന് നമുക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ 5 × 3 + 2 ചെയ്യരുത്. ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യണം. ആ കിട്ടുന്ന ആൻസർ കൊണ്ട് വേണം ബ്രാക്കറ്റിന് വെളിയിലുള്ളതിനെ ചെയ്യാനായിട്ട്. ഇനി 7 × 8 എന്ത് കിട്ടും? 56. അപ്പോൾ 25 + 56 + 3 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 84 എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ടേമുകളെ തരംതിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. പ്ലസ് സൈൻ വരുന്നത് നോക്കിയാണ്. ഇനി പ്ലസ് സൈൻ ബ്രാക്കറ്റിനകത്താണെങ്കിൽ അത് നിങ്ങൾ നോക്കണ്ട. പുറത്തുള്ള പ്ലസ് സൈനുകൾ നോക്കിയിട്ട് വേണം ടേമുകളെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ. ഇനി അടുത്തത്, മാനസ ഈസ് ആഡിങ് എ ലോങ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇറ്റ് ടുക്ക് ഹെർ 5 minutes to add them all and she got the answer 11749. അപ്പോൾ മാനസ
ഒരു നമ്പേഴ്സിൻ്റെ ഒരു ലോങ് ലിസ്റ്റ് ആഡ് ചെയ്യുകയാണ്. എത്ര മിനിറ്റ് എടുത്തെന്നാണ് പറഞ്ഞേ? ഇറ്റ് ടുക്ക് ഹെയർ 5 minutes ടു ആഡ് ദം ഓൾ. അപ്പോൾ അവൾക്ക് എത്ര ആൻസർ കിട്ടിയത്? 11749 എന്ന് കിട്ടി. ദെൻ ഷീ റിയലൈസ് ദാറ്റ് ഷീ ഹാഡ് ഫോർഗോട്ടൺ ടു ഇൻക്ലൂഡ് ദി ഫോർത്ത് നമ്പർ 9055. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവൾ ശ്രദ്ധിച്ചത് ഈ നമ്പർ ആഡ് ചെയ്യാൻ അവൾ മറന്നുപോയി. ഡസ് ഷീ ഹാവ് ടു സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ? അവൾ വീണ്ടും ഇത് ആദ്യം തൊട്ട് ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം തൊട്ട് ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവൾക്ക് കിട്ടിയ ആൻസറിൻ്റെ കൂടെ ഈ 9055 കൂടെ ആഡ് ചെയ്താൽ മതിയല്ലേ. അഡീഷൻ ചെയ്യുമ്പോൾ ഏത് ഓർഡറിലാണെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതായത് ഇങ്ങനത്തെ ഈ സെയിം ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല. ഓർഡറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. അത് നമ്മൾ മുകളിൽ എക്സാമ്പിളിലൊക്കെ കൂടെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇൻ മാത്തമാറ്റിക്സ് വി യൂസ് ദ ഫ്രേസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് സ്വാപ്പിംഗ് ടേംസ് ഡസ് നോട്ട് ചേഞ്ച് ദ സം. അപ്പോൾ ടേമുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഇട്ടാൽ അതിൻ്റെ സം ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതിന് നമ്മൾ മാത്തമാറ്റിക്സിലൊരു ഫ്രേസ് യൂസ് ചെയ്യും. ആ ഫ്രേസാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ. അഡീഷൻ്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതായത് 3 + 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. 4 + 3 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ 3 + 4 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 4 + 3ക്ക് ഈക്വലാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ടേംസിനെ സ്വാപ്പ് ചെയ്താലും നമുക്ക് കിട്ടുന്ന സം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സം ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. സിമിലർലി ഗ്രൂപ്പിംഗ് ഡസ് നോട്ട് ചേഞ്ച് ദ സം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ടേമുകളെ ഗ്രൂപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്താലും അതിൻ്റെ സം ചേഞ്ച് ആവുന്നില്ല. ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ. അതായത് നമ്മൾ മുകളിൽ കണ്ടു ആദ്യത്തെ 2 ടേമുകൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തേർഡ് ടേം ആഡ് ചെയ്താലും അവസാനത്തെ 2 ടേമുകൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഫസ്റ്റ് ടേം ആഡ് ചെയ്താലും കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 + 4 + 5 ഇവിടെ 3 + 4 ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്താലും ഇനി 4 + 5 ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് സെയിം തന്നെ ആയിരിക്കും. ഇതിനെ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ?